ഹായ് കൂട്ടുകാരെ, എല്ലാവരെയും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പേജ് നമ്പർ 92-ലെ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് പരിശോധിക്കുന്നത്. എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ ചോദ്യം 100-ൽ താഴെയുള്ള എല്ലാ പ്രൈം നമ്പേഴ്സും കണ്ടുപിടിക്കാനാണ്. അതിനുശേഷം വ്യത്യാസം 2 വരുന്ന ജോഡികൾ തിരഞ്ഞെടുത്ത് എഴുതുകയും വേണം. 50-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വിശദമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് 1 മുതൽ 100 വരെയുള്ള പ്രൈം നമ്പേഴ്സ് കണ്ടുപിടിക്കാം. 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിന്റെ പട്ടിക ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ആദ്യം നമുക്ക് 1 റിമൂവ് ചെയ്യാം. കാരണം 1 പ്രൈം നമ്പർ അല്ല. 2 പ്രൈം നമ്പർ ആണെങ്കിലും 2ന്റെ ഗുണിതങ്ങൾ പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഈ പട്ടികയിൽ നിന്ന് 2ന്റെ ഗുണിതങ്ങൾ ഓരോന്നായി നമുക്ക് മാർക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്യുന്ന ഭാഗങ്ങൾക്ക് നമുക്ക് പച്ച കളർ കൊടുക്കാം. 2ന്റെ ഗുണിതങ്ങൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ 2ന്റെ ഗുണിതമായാൽ മതി. അടുത്തതായിട്ട് റിമൂവ് ചെയ്യേണ്ടത് 3ന്റെ ഗുണിതങ്ങളാണ്. 3 പ്രൈമാണ്. 3ന്റെ ഗുണിതങ്ങൾ എന്താണ്? പ്രൈം അല്ല. അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും 3ന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്. 3ന്റെ ഗുണിതങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് 1, 3, 5, 7, 9 എന്നിങ്ങനെയുള്ള സംഖ്യകളായിരിക്കും. മറ്റൊരു കാര്യം ശ്രദ്ധയിൽ വെക്കേണ്ടത്, ഈ പറഞ്ഞ സംഖ്യകളൊക്കെ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്നത് എല്ലാം 3ന്റെ ഗുണിതങ്ങളല്ല. അവയിൽ ചിലതൊക്കെയാണ് 3ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്നത്. അത് കണ്ടുപിടിച്ച് നമുക്ക് ഇതിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് നീക്കം ചെയ്യുന്നത് 5ന്റെ ഗുണിതങ്ങളാണ്. ഒറ്റയുടെ സ്ഥാനത്ത് 5 അല്ലെങ്കിൽ 0 വരുന്നതൊക്കെ 5ന്റെ ഗുണിതങ്ങളാണ്. 5ന്റെ ഗുണിതങ്ങളായിട്ട് വരുന്ന ചില സംഖ്യകൾ 3ന്റെയും അതേപോലെ 2ന്റെയും ഗുണിതങ്ങളാണ്. അത് നമ്മൾ ഓൾറെഡി റിമൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സംഖ്യകളാണ് ഒഴിവാക്കേണ്ടത്. അവസാനമായി റിമൂവ് ചെയ്യുന്നത് 7ന്റെ ഗുണിതങ്ങളാണ്. 3 സംഖ്യകളാണ് വരുന്നത്: 49, 77, 91. ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. വെള്ള കളറിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സംഖ്യകളും 100-ൽ താഴെയുള്ള പ്രൈം നമ്പേഴ്സ് ആണ്. ആദ്യത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. ലെഫ്റ്റ് സൈഡിലായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രൈം നമ്പർ ലെസ് ദാൻ 100. ടോട്ടൽ 25 സംഖ്യകളാണ് വരുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ തന്നെ മറ്റൊന്ന് കൂടെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം 2 വരുന്ന പ്രൈം നമ്പേഴ്സിന്റെ ജോഡികളാണ് കണ്ടെത്തേണ്ടത്. അതാണ് ഞാൻ ഇപ്പോൾ വലത് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആദ്യത്തെ ജോഡി എന്താണ്? 3, 5 ആണ്. അതായത് 5-ൽ നിന്ന് 2 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് 3 ആണ്. അതേപോലെ തന്നെയാണ് 5, 7. അടുത്ത ജോഡി വരുന്നത് 11, 13 ആണ്. പിന്നീടുള്ള ജോഡി വരുന്നത് 17, 19 ആണ്. 19, 23 വരില്ല. കാരണം 23-ൽ നിന്ന് 19 കുറച്ചാൽ 2 അല്ല കിട്ടുന്നത്. അടുത്ത ജോഡി വരുന്നത് 29, 31 ആണ്. പിന്നീട് വരുന്നത് 41, 43. അടുത്തതായിട്ട് വരുന്നത് 59, 61. പിന്നീട് വരുന്നത് 71, 73. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ ദ പ്രോഡക്റ്റ് ഓഫ് 2 നാച്ചുറൽ നമ്പർ ബി എ പ്രൈം? അതിന്റെ ആൻസർ നമുക്ക് എഴുതാം നോ. The product of 2 natural numbers can only be a prime number if one of the number is 1 and the other number is prime itself. അപ്പോൾ എന്താണ്? നമുക്കറിയാം, ഒരു 2 ഉദാഹരണം നമുക്ക് എടുക്കാം. 2 എന്താണ്? ഒരു പ്രൈം നമ്പർ ആണ്. അത് വേറെ ഏതെങ്കിലും സംഖ്യയുടെ പ്രോഡക്റ്റ് ആവുമോ? ഇല്ല, ഒരിക്കലുമില്ല. അത് ആവുന്നത് എപ്പോഴാണ്? 1 into 2, അതായത് നാച്ചുറൽ നമ്പറായ 1നെയും പ്രൈം നമ്പറിനെയും ഗുണിക്കുമ്പോഴാണ് നമുക്ക് ആൻസർ 2 കിട്ടുന്നത്. അതേപോലെ ഏതെടുത്താലും, 3 എടുത്താലും 7 എടുത്താലും 5 എടുത്താലും ഒക്കെ എന്താണ്? 1ന്റെ ഗുണിതങ്ങളായാൽ മാത്രമേ അത് 1ന്റെ ഗുണിതവും അതേ പ്രൈം നമ്പറിനും തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ എന്ത് കിട്ടുന്നത്? അതിന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൈം നമ്പർ കിട്ടുന്നത്. അപ്പൊ നമുക്ക് 2 നാച്ചുറൽ നമ്പറുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ പ്രൈം കിട്ടില്ല എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ക്യാൻ ദ സം ഓഫ് 2 പ്രൈംസ് നമ്പർ ക്യാൻ ബി എ പ്രൈം? 2 പ്രൈം നമ്പറുകൾ തമ്മിൽ ആഡ് ചെയ്താൽ പ്രൈം നമ്പർ കിട്ടുമോ എന്നാണ്. കിട്ടില്ലേ? 5 എന്ന പ്രൈം നമ്പർ എടുക്കാം. പ്രൈം എന്താണ്? 2 + 3 = 5 ആണ്. അതായത് 2 പ്രൈം നമ്പർ ആണ്, 3 പ്രൈം നമ്പർ ആണ്. അപ്പൊ ഈ 2 പ്രൈം നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ മറ്റൊരു പ്രൈം നമ്പർ കിട്ടുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എസ് എന്ന ആൻസർ കൊടുക്കാം. ഇതോടെ ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. പാഠഭാഗം മാത്രമല്ല, ഫസ്റ്റ് യൂണിറ്റ് ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠഭാഗങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. പുതിയ ടെസ്റ്റ് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം.